ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ കൊണ്ടോട്ടി നാട്ടിലെ ഓർക്കാപ്പുളി. ഇത് ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്തമായ പേരായിരിക്കും. അപ്പം ഞങ്ങളിവിടെ ഓർക്കാപ്പുളി എന്നാട്ടോ പറയുക. അപ്പോൾ ഇപ്പോൾ ഓർക്കാപ്പുളി ഉണ്ടാകുന്ന ഒരു സീസണല്ലേ. കുറേ കൊണ്ട് ഞാൻ മീനിലൊക്കെ ഇടലുണ്ടായിരുന്നു, ഉപ്പിലിട്ടു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് അച്ചാർ ഇടാമെന്ന് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ചോറിനൊക്കെ കൂട്ടി കൊടുക്കാൻ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനത് വെച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ നല്ല കേക്ക് വൃത്തിയാക്കിയതാണ്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതാ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞ ഇഞ്ചി ഇട്ടോ ചെറുത്, പിന്നെ വെളുത്തുള്ളി ഉണ്ട് ഇതാ, പിന്നെ കറിവേപ്പിൻ്റെ ഇല കേട്ടോ, പിന്നെ പച്ചമുളക് 2 പച്ചമുളകാണ് എടുത്തത്, പിന്നെ ഉലുവ കടുക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിതാ ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടെ, ചെറിയ കഷ്ണങ്ങളാക്കിയത് കേട്ടോ. അങ്ങനെ ഞാനിതാ അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് വാട്ടിയതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് വാടട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കേണ്ട വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇഞ്ചി വാടിയതിൻ്റെ ശേഷമാണ് ഞാൻ വെളുത്തുള്ളി ഇട്ടെടുക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം കമൻറ്റൊന്നും ആരും ചെയ്യേയില്ല കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, ഈ അച്ചാർ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് കേട്ടോ. ഈ ഓർക്കാപ്പുളി പറഞ്ഞാൽ ഭയങ്കര പുളിയാണ്. അപ്പോൾ അധികം ആൾക്കാർക്കൊന്നും ഇത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിത് വേറെ സ്ഥലത്തു നിന്ന് കഴിച്ചത് അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ഇളക്കിയതിന് ശേഷം ഞാൻ ഒന്ന് വാടിയതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് പച്ചമുളകിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അത് വട്ടത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും അതിലേക്ക് ചേർക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ പച്ചമുളക് ഇട്ട് മസാലപ്പൊടി ഇടാനുള്ളതാണ്, അപ്പോൾ കരി വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ പച്ചമുളക് അതിലിട്ടൊന്ന് ഇളക്കുകയാണ്. അപ്പോൾ ഓവർ തീ ആയാലും ഇത് കരിഞ്ഞു പോകും വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെക്കുക കേട്ടോ. ആദ്യം നല്ല ഫ്ലെയിം എണ്ണ ചൂടാണ് വരെ തീ കൂട്ടി കൊടുക്കുക, പിന്നെ കുറച്ചാൽ മതി. പിന്നെ അതൊരു 1/4 ടീസ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. അതൊന്ന് പച്ചമണം മാറട്ടെ. മറ്റത് തീ കൂടിയാൽ എണ്ണയും ചൂടായി നിൽക്കുമ്പോൾ മസാലകൾ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും, എന്തായാലും മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. സ്കൂളിലൊക്കെ ചോറ് കൊണ്ടാണ് കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുക കേട്ടോ. പിന്നെ അതാ ഞാൻ മുളകും പൊടിയാണ് ചേർത്തത്. ഇത് സാധാ എരിവുള്ള മുളകാട്ടോ, കാശ്മീരി മുളകില്ല. ഞാൻ നല്ല എരിവുള്ള മുളകാണ് എടുത്തത്. കാശ്മീരി ആണെങ്കിൽ ഒരു 2 സ്പൂണൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ എരിവുള്ള മുളകായതുകൊണ്ട് 1 സ്പൂണാണ് എടുത്തത്. അപ്പോൾ ഇത് നല്ലോണം നല്ലൊരു കളറാണ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ പച്ച മണക്കൊന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ബാക്കി നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓർക്കാപ്പുളി ഇട്ട് കൊടുക്കുക കേട്ടോ അതിലേക്ക്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ വിനാഗിരിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് പുളിയല്ലേ. അപ്പോൾ ഞാൻ വിനാഗിരി ഒഴിക്കണില്ല കേട്ടോ തീരെ. അപ്പോൾ ഇതിൽ തിളച്ച വെള്ളം ഒഴിക്കണം കേട്ടോ. അതും കുറച്ച് നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം. അപ്പോൾ ഞാനിതാ ഓർക്കാപ്പുളി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് കുറച്ച് പാത്രം നിറഞ്ഞെടുക്കേണ്ട, വാടുമ്പം ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ തിളച്ച വെള്ളമാണ്, അതൊരു 1/4 ഗ്ലാസ് കേട്ടോ ഞാൻ ഒഴിച്ചത് അതിലേക്ക്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് തിളക്കുന്ന വരെ അത് ഈ ഓർക്കാപ്പുളിൻ്റെ ഇതിൽ കിടന്നിട്ടൊന്ന് തിളക്കട്ടെ. എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ചേർക്കാണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം മിക്സായിട്ടൊന്ന് 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ കുറേ ഷോർട്സൊക്കെ ചെയ്യുന്നുണ്ട്. വീഡിയോ കാണുന്നവർ ഷോർട്സ് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണണം കേട്ടോ.
പിന്നെ അതാ ഞാൻ ഒരു കഷ്ണം ശർക്കരയാണ് കേട്ടോ, അത് നല്ലോണം കത്തി കൊണ്ട് ചെരുകിയിട്ട് അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതും എരിവും പുളിയും കൂടി ആകുമ്പോൾ ഈ അച്ചാർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിൽ ശർക്കര ചെത്തിയത് അതിലേക്ക് മിക്സ് ആക്കുകയാണ് കേട്ടോ. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചേർക്കാം. ഞാൻ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചിട്ടുണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കായപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അത് രണ്ട് ചേർക്കണതിൽ കാണില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഉപ്പ് ഇടുന്നതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ. ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.